രാമകേരളമാണ്. കേരളത്തിൽ അയോധ്യ വോട്ടാകും. ജനങ്ങൾക്കിടയിൽ ഒരു രാമവികാരമുണ്ട്. ത്രേതായുഗത്തിൽ ശ്രീരാമൻ കേരളത്തിലൂടെ യാത്ര ചെയ്തതിന് തെളിവുകളുണ്ട്. ആ വിശ്വാസം പുലർത്തുന്നവരാണ് മലയാളികൾ. അതുകൊണ്ട് തന്നെ അയോധ്യ ഉയർത്തിയ രാമവികാരം കേരളത്തിലും അലയടിക്കും. അത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. ബി.ജെ.പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനായിരുന്ന കുമ്മനം രാജശേഖരന്റെ വാക്കുകളാണിത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ ബി.ജെ.പിയുടെ പ്രതീക്ഷകൾ പങ്കുവയ്ക്കുന്ന വാക്കുകൾ എന്ന് നമുക്ക് ഇതിനെ വിളിക്കാം. രാമനെ വിറ്റ് കേരളത്തിൽ വോട്ടുണ്ടാക്കുന്ന രീതിയാണ് ബി.ജെ.പി ഇപ്രാവശ്യം പയറ്റാൻ പോകുന്നത് എന്നാണ് തോന്നുന്നത്. ഏറെ പ്രതീക്ഷയോടെ തന്നെയാണ് ബി.ജെ.പി ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കേരളത്തിൽ നേരിടാൻ പോകുന്നത് എന്നതിലും സംശയം വേണ്ട. മോദി ഗ്യാരണ്ടിയും രാമക്ഷേത്രവും ഭാരതരിയും പദയാത്രയും എല്ലാം ചേർന്ന് കുറച്ച് വോട്ടുകൾ വാടിക്കൂട്ടാമെന്നാണ് ബി.ജെ.പിയുടെ ഇപ്രാവശ്യത്തെ പ്രതീക്ഷ. എന്നാൽ ബി.ജെ.പിയുടെ ഈ തന്ത്രങ്ങളൊന്നും കേരളത്തിൽ വില പോകുമെന്ന പേടിയൊന്നും മറ്റൊരു പാർട്ടികളിലും കാണുന്നില്ല എന്നതാണ് മറ്റൊരു കാര്യം. ഈ വട്ടം ബി.ജെ.പി പ്രതീക്ഷ വെക്കുന്ന മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് പാലക്കാട്, തൃശൂർ, പത്തനംതിട്ട, ആറ്റിങ്ങൽ, തിരുവനന്തപുരം എന്നിവയാണ്. ഇതിൽ തൃശൂർ സുരേഷ് ഗോപി ഇങ്ങ് എടുക്കുമെന്ന പ്രതീക്ഷ തന്നെയാണ് ബി.ജെ.പിയിൽ നിറഞ്ഞു നിൽക്കുന്നത്. എന്നാൽ ഇത് നടക്കുമോ എന്നതിൽ വ്യക്തതയൊന്നും ജനങ്ങൾക്കില്ല. പക്ഷേ എന്തായാലും തൃശൂരിലെ ബി.ജെ.പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ആണ് എന്നതിൽ ബി.ജെ.പിക്ക് ഒരു സംശയവുമില്ല. ഇനി പാലക്കാട്, പത്തനംതിട്ട, ആറ്റിങ്ങലൊക്കെ നോക്കുകയാണെങ്കിൽ ഉണ്ണി മുകുന്ദന്റെ പേരും പി.സി. ജോർജിന്റെ പേരും കുമ്മനത്തിന്റെ പേരും എല്ലാം കേൾക്കാനുണ്ട് എങ്കിലും ഇതിലൊന്നും വ്യക്തതകൾ വന്നിട്ടില്ല. ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുവെന്നാണ് പറഞ്ഞു വരുന്നത്. ഇനി നമുക്ക് ബി.ജെ.പിക്ക് തൃശ്ശൂരിനോളം പ്രതീക്ഷയുള്ള തിരുവനന്തപുരത്തെ ഒന്ന് നോക്കാം. തിരുവനന്തപുരത്തെ നോക്കുമ്പോൾ ശശി തരൂർ എന്ന വൻമരത്തിനെയാണ് അവർക്കിവിടെ നേരിടാനുള്ളത് എന്നതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. അത് അത്ര എളുപ്പമുള്ള ടാസ്ക് അല്ല എന്ന് ബി.ജെ.പിക്ക് നല്ലവണ്ണം അറിയാം. അതുകൊണ്ട് തന്നെ നിർമ്മല സീതാരാമനെ പോലെ ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് തിരുവനന്തപുരം പിടിക്കാമെന്ന വാർത്തയാണ് ബി.ജെ.പിയെ സംബന്ധിച്ച് ആദ്യം പുറത്തു വന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ അത് തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ബി.ജെ.പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനായിരുന്ന കുമ്മനം രാജശേഖരൻ. തിരുവനന്തപുരം പിടിക്കാൻ ആരെയും കെട്ടിയിറക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. കേരളത്തിൽ അയോധ്യ വിഷയം വിറ്റ് വോട്ടാക്കാനുള്ള ബി.ജെ.പിയുടെ പ്ലാനും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ബി.ജെ.പിക്ക് കെട്ടിയിറക്കുന്ന സ്ഥാനാർത്ഥി ഉണ്ടാകില്ല. ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയും തലസ്ഥാന മണ്ഡലത്തിൽ വരില്ല. ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച ജനസമ്മതിയുള്ള നേതാവായിരിക്കും രംഗത്തിറങ്ങുക എന്നാണ് കുമ്മനം വ്യക്തമാക്കിയത്. ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ ത്രികോണ മത്സരം നടക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ഒന്നാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത്. 3 വട്ടം തിരുവനന്തപുരം സ്വന്തമാക്കിയ കോൺഗ്രസിന്റെ ശശി തരൂർ ഈ വട്ടവും മത്സരിക്കുമെന്നത് ഏകദേശം തീരുമാനമായ കാര്യമാണ്. ഇനി മറ്റു സ്ഥാനാർത്ഥികൾ ആരാണ് എന്ന് അറിയാൻ ഇരിക്കുന്നതേ ഉള്ളൂ. ഒരു സമയത്ത് CPIക്ക് വേണ്ടി പന്നിയൻ രവീന്ദ്രന്റെ പേര് ഉയർന്നു കേട്ടിരുന്നുവെങ്കിലും താൻ ഇല്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കിയതോടെ ആ വാദങ്ങളെല്ലാം തള്ളിക്കളയേണ്ടി വന്നു. അങ്ങനെ ദിവസങ്ങൾക്കകം CPIയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തെ കുറിച്ച് വ്യക്തത ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോഴാണ് ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥിയെ കുറിച്ച് മുൻ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ കുമ്മനം രാജശേഖരൻ പ്രതികരിച്ചിരിക്കുന്നത്. നിർമ്മല സീതാരാമൻ, രാജീവ് ചന്ദ്രശേഖർ തുടങ്ങിയവരുടെ പേര് മുതൽ ഒരു വേള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേര് വരെ ബി.ജെ.പി സ്ഥാനാർത്ഥിയുടെ സാധ്യതയായി തിരുവനന്തപുരത്ത് ഉയർന്നു കേട്ടിരുന്ന സമയമുണ്ട്. കൂടാതെ ജില്ലയിലെ ബി.ജെ.പി നേതാക്കൾ നടൻ കൃഷ്ണകുമാർ എന്നിവരുടെ പേരും അന്തരീക്ഷത്തിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട് എന്ന് പറയാം. എന്നാൽ കുമ്മനം രാജശേഖരൻ പറയുന്നത് കെട്ടിയിറക്കുന്ന സ്ഥാനാർത്ഥി ബി.ജെ.പിക്ക് വേണ്ടി തിരുവനന്തപുരത്ത് ഉണ്ടാകില്ല എന്നാണ്. എന്തായിരിക്കും വരാൻ പോകുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അതേസമയം രാജ്യസഭാ എംപിമാരായ 7 കേന്ദ്രമന്ത്രിമാരുടെ കാലാവധി അവസാനിക്കുകയാണ്. ഇവരെ വീണ്ടും രാജ്യസഭയിലേക്ക് ബി.ജെ.പി നാമനിർദ്ദേശം ചെയ്തിട്ടുമില്ല. ഇതിൽ മലയാളികളായ വി മുരളീധരനും രാജീവ് ചന്ദ്രശേഖർ എന്നിവരുടെ പേരുകളും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ 2 പേർ തിരുവനന്തപുരം, ആറ്റിങ്ങൽ മണ്ഡലങ്ങളിൽ ജനവിധി തേടുമെന്ന സൂചനയും വന്നിരിക്കുകയാണ്. അപ്പോഴാണ് കുമ്മനത്തിന്റെ ഈ പ്രതികരണവും ശ്രദ്ധ നേടുന്നത്. ബി.ജെ.പി കേരളത്തിൽ വളരെ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന 5 ലോക്സഭാ മണ്ഡലങ്ങളാണ് തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പത്തനംതിട്ട, തൃശൂർ, പാലക്കാട് എന്നിവ. ഇതിനെല്ലാം A ക്ലാസ് മണ്ഡലങ്ങളായാണ് ബി.ജെ.പി പരിഗണിക്കുന്നതും. ഇത്തവണ 5 എംപിമാർ കേരളത്തിൽ നിന്നുണ്ടാകുമെന്നാണ് ബി.ജെ.പിയുടെ സംഘടനാ ചുമതലയുള്ള പ്രകാശ് ജാവേദ്കർ അവകാശപ്പെടുന്നത്. ഒപ്പം തന്നെ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ പിന്തുണ ഇത്തവണ ഒപ്പം ഉണ്ടാകുമെന്ന ഉറച്ച പ്രതീക്ഷയും ബി.ജെ.പിക്കുണ്ട്.